നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. യുഎയിൽ ഇന്ന് 1704 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ പ്രതിദിന കോവിഡ് കണക്കാണിത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ചികിത്സയിലായിരുന്ന 1992 പേരാണ് രോഗമുക്തരായത്. പ്രതിദിന കേസുകളുടെ എണ്ണം കുറഞ്ഞതിന് പുറമെ രോഗമുക്തരുടെ എണ്ണം പുതിയ രോഗികളുടെ എണ്ണത്തേക്കാൾ വർദ്ധിച്ചുവെന്നതും ആശ്വാസകരമാണ്. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിയന്ത്രണങ്ങൾക്കിടയിലും ഒമാനിൽ കോവിഡ് കേസുകളും മരണങ്ങളും മുകളിലോട്ട് തന്നെ കുതിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2410 ആളുകൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 8 പേർ മരിക്കുകയും ചെയ്തു. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4180 ഉയർന്നു. 3,54,597 പേർക്കാണ് ഇതുവരെ മഹാമാരി പിടിപെട്ടത്. സൗദിയിൽ ഇന്ന് 3330 പുതിയ രോഗികളും 3464 രോഗമുക്തിയും രേഖപ്പെടുത്തി. ഇതോടെ ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 7,15,974 രോഗമുക്തരുടെ എണ്ണം 6,74,244 ആയിരിക്കുന്നു. പുതിയതായി 2 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് ആകെ മരണം 8,959 ആയിരിക്കുന്നു. നിലവിൽ 32,871 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. ഇവരിൽ 1069 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ബാക്കിയുള്ളവരുടെ നില തൃപ്തികരം. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.17%, മരണനിരക്ക് 1.25%. നോർക്ക റൂട്ട്സിന്റെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഓഫീസുകൾ വഴി സൗദി എംബസി സാക്ഷ്യപ്പെടുത്തൽ സേവനം ലഭ്യമാകുമെന്ന് സിഇഒ അറിയിച്ചു. കേരളത്തിൽ നിന്നും സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നവർക്കും ആ രാജ്യത്തേക്ക് ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്കും വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ നോർക്ക റൂട്ട്സ് ഓഫീസുകൾ വഴി സൗദി അറേബ്യൻ കൾച്ചറൽ അറ്റാഷയുടെയും സൗദി അറേബ്യൻ എംബസിയുടെയും അറ്റൻഷന് വേണ്ടി സമർപ്പിക്കാവുന്നതാണ്. സൗദി അറേബ്യൻ വിദേശകാര്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തിയ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ലെറ്റർ ഹാജരാക്കേണ്ടതാണ്. യുഎക്ക് പുറമെ ബഹ്റൈനും വിദേശികൾക്ക് ഗോൾഡൻ വിസ നൽകുന്നു. കുടുംബാംഗങ്ങൾക്ക് കൂടി ദീർഘകാല വിസ കിട്ടുന്ന വിധമാണ് ഗോൾഡൻ വിസ അനുവദിക്കുന്നതെന്ന് നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുറഹ്മാൻ, വിസ ആൻഡ് റെസിഡൻസ് മേധാവി ഷെയ്ഖ് അഹമ്മദ് ബിൻ അബ്ദുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5 വർഷമായി ബഹ്റൈനിൽ താമസിക്കുന്ന 2000 ബഹ്റൈൻ ദിനാർ, അതായത് 4 ലക്ഷം ഇന്ത്യൻ രൂപ മാസശമ്പളമുള്ള വിദേശികൾക്ക് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാം. 2 ലക്ഷം ബഹ്റൈൻ ദിനാർ, അതായത് 4 കോടിയോളം ഇന്ത്യൻ രൂപ ബഹ്റൈൻ നിക്ഷേപമുള്ളവർക്കും ഗോൾഡൻ വിസ ലഭിക്കും. കൂടാതെ പ്രൊഫഷണലുകൾ, കായിക താരങ്ങൾ, കലാകാരന്മാർ തുടങ്ങിയവർക്കും വിസ നൽകും. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഡിപ്പാർച്ചർ ഗേറ്റുകൾ പുറപ്പെടുന്നതിന് 20 മിനിറ്റ് മുൻപ് അടയ്ക്കുമെന്ന് DGCA. വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ കൗണ്ടറുകൾ അടയ്ക്കുമെന്നും DGCA വ്യക്തമാക്കി. ജനറൽ ഡയറക്ടർ ഓഫ് സിവിൽ ഏവിയേഷൻ ട്വിറ്റർ ഹാൻഡിൽ വഴി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുൻപ് ബാഗേജ് ചെക്ക് ഇൻ പൂർത്തിയാക്കണം. പുറപ്പെടാനുള്ള സമയത്തിന്റെ 1 മണിക്കൂർ മുൻപ് കൗണ്ടർ ക്ലോസ് ചെയ്യും. സ്കൂളിൽ വിദ്യാർത്ഥികൾക്കുള്ള പ്രതിവാര റാപ്പിഡ് ആന്റിജൻ പരിശോധനാ വ്യവസ്ഥ കോവിഡ് വാക്സിൻ എടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാകുന്ന കാര്യം പരിഗണനയിൽ. ഇത് സംബന്ധിച്ച് പൊതുജനാരോഗ്യ മന്ത്രാലയവും വിദ്യാഭ്യാസ മന്ത്രാലയവും തമ്മിൽ ചർച്ച നടക്കുകയാണ്. നിലവിലെ കോവിഡ് സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അധികം താമസിയാതെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നും കോവിഡ് ദേശീയ ഹെൽത്ത് സ്ട്രാറ്റജിക് ഗ്രൂപ്പ് അധ്യക്ഷൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽഖാൽ വ്യക്തമാക്കി. കമ്മ്യൂണിറ്റികളിലെ കോവിഡ് കേസുകളുടെ നിരക്കും സ്കൂളിലേതും മിക്കപ്പോഴും സമാനമാണ്. കർശന കോവിഡ് പ്രോട്ടോകോൾ നടപ്പാക്കിയാണ് സ്കൂളുകൾ 100% ശേഷിയിൽ തുറന്നത്. കുവൈറ്റ് എയർവേസ് അടുത്ത വേനലിൽ 17 വിദേശ നഗരങ്ങളിലേക്ക് കൂടി വിമാന സർവീസ് ആരംഭിക്കുന്നു. മലാക്ക, മോസ്കോ, സാരജവോ, നൈസ്, സലാല, ഷറമുൽ ഷെയ്ഖ്, സൊഹഗ്, അലക്സാൻഡ്രിയ, മാഡ്രിഡ്, മാഞ്ചസ്റ്റർ, കാഠ്മണ്ഡു, വിയറ്റ്ന എന്നിവിടങ്ങളിലേക്കാണ് മെയ് മുതൽ സർവീസ് ആരംഭിക്കുന്നത്. കുവൈറ്റ് എയർവേസ് സിഇഒ എഞ്ചിനീയർ മായിൻ റസൂക്കി അറിയിച്ചതാണിത്. കോവിഡ് സാഹചര്യം മെച്ചപ്പെടുമെന്നും ഈ നഗരങ്ങളിലേക്ക് കുവൈറ്റിൽ നിന്ന് കൂടുതൽ പേർ യാത്ര ചെയ്യുമെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസുകൾക്ക് പദ്ധതി തയ്യാറാക്കിയത്.
വിദേശികളുടെ വിവാഹമോചന വ്യവസ്ഥകൾ പരിഷ്കരിച്ച് അബുദാബി. കുട്ടികളുടെ പരിപാലനത്തിനായി ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടും. അമുസ്ലിങ്ങൾക്കും ശരീഅത്ത് നിയമം പിന്തുടരാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്കും വ്യവസ്ഥകൾ ബാധകമായിരിക്കും. UAE ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യമന്ത്രിയും അബുദാബി നിയമവകുപ്പ് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നെഹ്യാന്റെ ഉത്തരവ് പ്രകാരമാണിത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.